കേസിൽ ബാധകമായതും അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസിറ്റ്സുമാണ്. അതിൽ ചില പെർക്വിസിറ്റ്സിന്റെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന പെർക്വിസിറ്റ് അല്ലെ, അത് ഏത് രീതിയിലാണ് നമ്മൾ അതിന്റെ ടാക്സബിലിറ്റി, അത് ഒരു ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ചില കണ്ടീഷൻസിന് വിധേയമായിട്ട് മാത്രമേ മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന പെർക്വിസിറ്റ്സിന്റെ എക്സംഷൻ എമൗണ്ട് അല്ലെങ്കിൽ അതിന് ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞ ബെനിഫിറ്റ് ഒരു എംപ്ലോയി ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞ റെന്റ് ഫ്രീ ഹൗസുമായി ബന്ധപ്പെട്ടുള്ള വാല്യുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റെന്റ് ഫ്രീ ഹൗസിന്റെ കേസിൽ നമ്മൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലായിരുന്നു അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാകുമ്പോൾ ഏത് രീതിയിലാണ് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യുവേഷൻ നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു, അൺഫർണിഷ്ഡ് ഹൗസും ഉണ്ട്, ഫർണിഷ്ഡ് ഹൗസും ഉണ്ട്. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ആ ഭാഗത്താണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ റെന്റ് ഫ്രീ ഹൗസിന്റെ മറ്റുള്ള കേസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളിലുള്ള ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഈ സ്ലൈഡ് കാണുന്നില്ലേ? ഈ പ്രസന്റേഷൻ കാണുന്നില്ലേ? ദീക്ഷിത് കാണുന്നില്ല? ദീക്ഷിത് ഹലോ? സാറിന്റെ മൈക്ക് ഓഫ് ആണ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അപ്പോ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു, മെഡിക്കൽ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വാല്യുവേഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് അതിലേക്ക് നോക്കാം. അതിലൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ഗ്രോസ് ഇൻകം ഫ്രം സാലറീസ് ഓഫ് മിസ്റ്റർ രാം. മിസ്റ്റർ രാം എന്ന് പറയുന്ന ഒരു അസസിയുടെ ഗ്രോസ് സാലറി ഇൻകം ആണ് നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് തന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ സാലറി അല്ലെ, ഡിഡക്ഷൻസ് ഒക്കെ കുറക്കുന്നതിന് മുമ്പുള്ള ഇദ്ദേഹത്തിന്റെ സാലറി എമൗണ്ട് ആണ് 1,95,000. Second one, medical expenditure directly paid by the employer to private practitioner, rupees 30,000. Third one, medical expenditure directly paid by the employer to a hospital approved by Chief Commissioner of Income Tax, rupees 50,000. Reimbursement of medical expenses incurred by the employee in a hospital approved by Chief Commissioner of Income Tax, rupees 10,000. Then expenditure on traveling abroad, including that of attendant, borne by the employer, rupees 1 lakh. Expenditure incurred on stay and treatment abroad, borne by the employer, rupees 1,50,000. Out of rupees 1,50,000, amount permitted by RBI is rupees 1 lakh. The next one, the employer reimbursed medical expenses incurred by employee on treatment of his grandfather. The grandfather is a dependent upon him, rupees 2,000. Then last one, expenses on cancelled treatment of his daughter at a hospital approved by Chief Commissioner of Income Tax, paid by employer, rupees 1 lakh. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഗ്രോസ് സാലറി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വർഷത്തേക്കുള്ള സാലറിയുടെ എമൗണ്ട് അതിനകത്ത് തന്നിട്ടുണ്ട്. പറയുമ്പോൾ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് വരുന്ന ഇദ്ദേഹത്തിന്റെ സാലറി എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, rupees 1,95,000 ആണ്. ബാക്കി പറഞ്ഞ ഐറ്റംസ് ഒക്കെ തന്നെ എന്താണ്, എംപ്ലോയി കിട്ടുന്ന പെർക്വിസിറ്റുകളാണ് അല്ലെ. എന്ന് പറയാം മെഡിക്കൽ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള പെർക്വിസിറ്റാണ്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പല രീതിയിലുള്ള ഹോസ്പിറ്റൽസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ എംപ്ലോയർ നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി റീഇംബേഴ്സ് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള കേസുകളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടതൊക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഗ്രോസ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന എമൗണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ് മെഡിക്കൽ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻ അതല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആകുന്നത് ഏത് സമയത്താണ്, അല്ലെങ്കിൽ എത്രമാത്രം എക്സംഷൻ ആണ് മെഡിക്കൽ ബെനിഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എംപ്ലോയിക്ക് കിട്ടുക എന്നുള്ളത്.
ഓക്കെ. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗ്രോസ് ആനുവൽ സാലറി എടുക്കുകയാണ്. നമ്മുടെ ആൻസറിലേക്ക് വരാം. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കാരണം കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി. അപ്പൊ അതിനാദ്യം നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗ്രോസ് സാലറിയാണ് ₹1,95,000 എന്ന് പറയുന്ന എമൗണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഒരു 8:33 ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാരണം നമ്മൾ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രസന്റേഷൻ മാറ്റി നിങ്ങളെ ജോയിൻ ചെയ്യാനുള്ള അഡ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും 8:30 മണിക്ക് മുമ്പായിട്ട് ലിങ്ക് വിടും. അപ്പൊ നിങ്ങൾ ഒരു 8:33 മാക്സിമം 3 മിനിറ്റ് അതിനപ്പുറത്തേക്ക് ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ, സഹകരിക്കുക. അപ്പൊ അതില് ഒന്നാമത്തെ സാലറി ₹1,95,000 ആണ്. പിന്നെ ഇതിനകത്ത് കാണുന്ന ബാക്കിയുള്ള ഐറ്റം നമ്മൾ നോക്കിയാൽ ബി എന്ന് പറയുന്ന ഐറ്റം, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു പ്രൈവറ്റ് പ്രാക്ടീഷണർ ₹30,000. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി, എംപ്ലോയർ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന എക്സ്പെൻസ് എംപ്ലോയർ നേരിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ₹30,000 അടക്കുന്നു. നമ്മൾ നേരത്തെ മെഡിക്കൽ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട കേസ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതാണ്. എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഗവൺമെന്റ് അതല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അതല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ച ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന എക്സ്പെൻസും എക്സംപ്റ്റ് ആണ്. അതേ സമയത്ത് ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ചതല്ലാത്ത ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന എക്സ്പെൻസ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടില്ല, അത് ടാക്സബിൾ ആണ്. ഇവിടെ പറഞ്ഞത് എന്താണ്, ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർക്കാണ് ഇവിടെ എംപ്ലോയർ എമൗണ്ട് കൊടുക്കുന്നത് അല്ലെ. മെഡിക്കൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന എമൗണ്ട് നേരിട്ട് ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർക്ക് എംപ്ലോയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് എക്സംഷൻ കിട്ടാത്ത പേയ്മെന്റ് ആണ്. എക്സംഷൻ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സാലറിക്കകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ, സാലറിക്കകത്ത് വരില്ല. എന്നാൽ ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രാക്ടീഷണർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആയതുകൊണ്ട് അതിന് എക്സംഷൻ കിട്ടാത്തതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സാലറിക്കകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് പ്രൈവറ്റ് പ്രാക്ടീഷണർ കൊടുക്കുന്ന എമൗണ്ട് ₹30,000 ഇതിനകത്ത് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നു. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു പ്രൈവറ്റ് പ്രാക്ടീഷണർ ₹30,000. അപ്പോൾ ആ എമൗണ്ടും ഇതിനകത്ത് ടാക്സബിൾ ആയിട്ട് വന്നു. നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് പറയുന്ന മൂന്നാമത്തെ എമൗണ്ട്, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എംപ്ലോയിക്ക് വന്ന മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എംപ്ലോയർ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻകം ടാക്സ് കമ്മീഷണർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻഡിച്ചർ എംപ്ലോയർ നേരിട്ട് കൊടുക്കുകയോ റീഇംബേഴ്സ് ചെയ്യുകയോ ചെയ്താൽ ആ ബെനിഫിറ്റ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, അത് ടാക്സബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഐറ്റം എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹത്തിന്റെ സാലറി ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇനി നാലാമത്തത്, റീഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയി ഇൻ എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. നമ്മൾ തേർഡ് പോയിന്റിൽ കണ്ടത് എന്തായിരുന്നു വെച്ചാൽ, നേരിട്ട് എംപ്ലോയർ കൊടുത്ത എമൗണ്ട് ആണ്. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നേരിട്ട് എംപ്ലോയർ തന്നെ ആ ബില്ല് അടച്ചിട്ടാണ് ₹50,000 ചെയ്തത്. എന്നാൽ നാലാമത്തെ കേസിൽ പറയുന്നത് എന്താണ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുകയും ആ ചികിത്സക്ക് വേണ്ട ചെലവ് എംപ്ലോയി തന്നെ നേരിട്ട് കൊടുക്കുകയും ചെയ്തു, ₹10,000. പിന്നീട് ഈ എമൗണ്ട് എന്ത് ചെയ്തു, എംപ്ലോയർ എംപ്ലോയിക്ക് റീഇംബേഴ്സ് തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ എന്ത് തന്നെയാണത്, എംപ്ലോയി നേരിട്ട് കൊടുക്കുന്ന തുല്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. കാരണം എംപ്ലോയിക്ക് വന്ന ഈ എക്സ്പെൻസ് എംപ്ലോയർ ആണ് മീറ്റ് ചെയ്തത് അല്ലെ. അപ്പോൾ ഈ റീഇംബേഴ്സ്മെന്റ് ആണെങ്കിലും ഡയറക്റ്റ് പേയ്മെന്റ് ആണെങ്കിലും ഒരേ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ₹10,000 എന്ന് പറയുന്ന ബെനിഫിറ്റും എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത മെഡിക്കൽ ബെനിഫിറ്റ് ആണ്, നമ്മൾ സാലറിക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇനി അഞ്ചാമത്തത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്, എക്സ്പെൻഡിച്ചർ ഓൺ ട്രാവലിംഗ് അബ്രോഡ് ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് അറ്റൻഡന്റ് ബോൺ ബൈ ദി എംപ്ലോയർ ₹1 lakh. അപ്പൊ ഇവിടെ ട്രാവലിംഗ് അബ്രോഡ് എന്ന് പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എംപ്ലോയി ഇന്ത്യക്ക് പുറത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ 3 തരത്തിലുള്ള എക്സ്പെൻസ് അതിനകത്ത് വരും നമ്മൾ കണ്ടു അല്ലെ. ഒന്ന് ട്രാവലിംഗ് കോസ്റ്റ് ആണ്, രണ്ടാമത്തത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ആണ്, മൂന്നാമത്തത് അവിടെ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഓഫ് സ്റ്റേ ആണ് അല്ലെ. അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടായിരുന്നു. ട്രാവലിംഗ് എക്സ്പെൻസിന്റെ കേസിലാണെങ്കിൽ
പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഈ പേഷ്യന്റിനും കൂടെയുള്ള ഒരാൾക്കുമുള്ള ട്രാവലിംഗ് കോസ്റ്റിന്റെ എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് വരുന്ന എമൗണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട് എംപ്ലോയർക്ക് വന്ന ചെലവ് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലെന്നുള്ള തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh rupees വരെയാണെങ്കിൽ, 2 ലക്ഷം രൂപ വരെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ആണ്. എന്നാൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ മുഴുവൻ ട്രാവലിംഗ് കോസ്റ്റും എന്താണ്, ടാക്സബിൾ ആണ്. ഇവിടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഓൾറെഡി വന്ന സാലറി എത്രയുണ്ട്, 1,95,000 ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 35,000 വേറെ വന്നു. അതുപോലെ തന്നെ ഈ 2 എമൗണ്ട് കുടുംബത്തിന് എത്ര വന്നു, ₹2,25,000 ആയി അല്ലെ. അപ്പൊ ഇത് ഒരു ഹെഡിനകത്തുള്ള 2 ഐറ്റം കൂട്ടിയപ്പോൾ തന്നെ ₹2,25,000 ആയി. മൊത്തം 5 ഹെഡ്സിന് ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എംപ്ലോയിയുടെ സാലറി ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയിൽ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, വിദേശത്ത് പോകുന്ന അതല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വിദേശത്ത് പോകാൻ ആവശ്യമായിട്ട് വന്ന ട്രാവലിംഗ് കോസ്റ്റിന്റെ എമൗണ്ട് പൂർണ്ണമായും ടാക്സബിൾ ഇൻകമായി കണക്കാക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്ന ₹1 lakh എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ ഓൺ ട്രാവലിംഗ് അബ്രോഡ്, അതിനെ നമ്മൾ ഈ എംപ്ലോയിയുടെ ടാക്സബിൾ സാലറി ഇൻകത്തിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ ഓൺ ട്രാവലിംഗ് അബ്രോഡ് ₹1 lakh. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് 6ാമത്തെ ഐറ്റം അല്ലെ, എഫ്. എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ സ്റ്റേ ആൻഡ് ട്രീറ്റ്മെന്റ് അബ്രോഡ് ബോൺ ബൈ ദി എംപ്ലോയർ ₹1,50,000. ഔട്ട് ഓഫ് ₹1,50,000 എമൗണ്ട് പെർമിറ്റഡ് ബൈ RBI ഈസ് ₹1 lakh. ഓക്കെ, അതുപോലെ തന്നെ വിദേശത്തുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അവിടെ താമസിക്കാനും ആവശ്യമായിട്ട് വന്നിട്ടുള്ള ചെലവ് ₹1,50,000, അത് എംപ്ലോയർ ആണ് ആ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്, എംപ്ലോയർ ആണ് ആ എമൗണ്ട് മീറ്റ് ചെയ്യുന്നത്. ഈ 1.5 ലക്ഷം രൂപയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യുന്ന എക്സംഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ₹1 lakh ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വിദേശത്ത് വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെയും സ്റ്റേയിങ് കോസ്റ്റിന്റെയും കേസിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റ് ചെയ്യുന്ന അത്രയും എമൗണ്ട് വരെ എക്സംഷൻ കിട്ടും. അധികമായിട്ട് വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് ഈ വരുന്ന എക്സ്പെൻസ് ഉള്ളത്. അതിൽ 1 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് എക്സംഷന് വേണ്ടി പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ 1.5 ലക്ഷം രൂപയിൽ നിന്നും ഈ പറഞ്ഞ എക്സംഷൻ 1 ലക്ഷം രൂപ കുറച്ചാൽ അല്ലെ, ബാക്കി വരുന്ന എമൗണ്ട് ₹50,000 ആണ് ടാക്സബിൾ ആയിട്ട് വരിക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ അല്ലെങ്കിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ സ്റ്റേ ആൻഡ് ട്രീറ്റ്മെന്റ് അബ്രോഡ് ₹1,50,000 ലെസ് എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ RBI ₹1 lakh. Then ₹50,000 is the taxable amount of salary. The next item എന്ന് പറയുന്നത് the employer reimbursed medical expenses incurred by employee on treatment of his grandfather. Grandfather എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എംപ്ലോയി ഡിപ്പെൻഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വന്ന ₹2,000 എന്ന എക്സ്പെൻസ് എംപ്ലോയിക്ക് റീഇംബേഴ്സ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ എക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ ഈ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഈ പെർക്വിസിറ്റ്സിന്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് എംപ്ലോയിക്കും അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഈ പർപ്പസിന് വേണ്ടിയിട്ട്. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരിക, ഒരു ഇൻഡിവിജ്വൽ അസസിയുടെ സ്പൗസ്, പെർക്വിസിറ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ എമൗണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എംപ്ലോയി ഓൺ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ
rupees 2000 is taxable. Okay. Then one more item is there. Expenses on cancer treatment of his daughter at a hospital approved by Chief Commissioner of Income Tax paid by the employer. ഇവിടെ എംപ്ലോയിയുടെ മകളുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അംഗീകരിച്ച ഒരു ഹോസ്പിറ്റലിൽ വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് എംപ്ലോയർ ആണ് അത് കൊടുക്കുന്നത്. 1 lakh rupees ആണ് കോസ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു സ്പെസിഫിക് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ഇൻകം ടാക്സ് കമ്മീഷണർ അംഗീകരിച്ച ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസ് എംപ്ലോയർ നേരിട്ട് കൊടുക്കുക റീഇംബേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് എക്സംപ്റ്റ് ആണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ എമൗണ്ടും ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് 5 എമൗണ്ട്സ് ആണ് നമ്മൾ എന്ത് കണ്ടിട്ടുള്ളത്. 1,95,000, 30,000, then 1,50,000 and rupees 2,000. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ ഗ്രോസ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. മറ്റു ഇൻകം ഒന്നും ഈ ക്വസ്റ്റൻ അത് പറയാത്തത് കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഗ്രോസ് സാലറി ഇൻകം ആയിട്ട് എടുക്കുന്നത് rupees 3,77,000 എന്ന് പറയുന്ന എമൗണ്ടിനെയാണ്. അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഈ രീതിയിലാണ് ഇൻകം ടാക്സ് ആക്ടിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ വിജിഷ? am I clear? Yes, sir. ഓക്കെ ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെന്റ് ഫ്രീ ഹൗസുമായി ബന്ധപ്പെട്ടുള്ള വാല്യുവേഷൻ ആണ് അല്ലെ. അപ്പൊ റെന്റ് ഫ്രീ ഹൗസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു എംപ്ലോയിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വീട് തീരെ വാടക വാങ്ങാതെയോ അതല്ലെങ്കിൽ കുറഞ്ഞ വാടകയിലോ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, അങ്ങനെ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടാക്സബിൾ വാല്യൂ ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആ ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദി എംപ്ലോയി. ആ എംപ്ലോയിയുടെ എംപ്ലോയ്മെന്റ് ഏത് രീതിയിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണോ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണോ എന്നുള്ളത്. ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ പിന്നെ നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഹൗസ് അൺഫർണിഷ്ഡ് ഹൗസ് ആണോ ഫർണിഷ്ഡ് ഹൗസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാല്യുവേഷനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരും. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെയാണ് റെന്റ് ഫ്രീ ഹൗസ് കമ്പ്യൂട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാം. മിസ്റ്റർ ശർമ്മ ഈസ് എ ഗവൺമെന്റ് എഞ്ചിനീയർ അറ്റ് ആഗ്ര. ഹി ഈസ് ലിവിംഗ് ഇൻ എ ഫർണിഷ്ഡ് ബംഗ്ലാവ് പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെന്റ് ഫ്രീ ഓഫ് റെന്റ്. His salary is rupees 1,20,000 per month. The rent of unfurnished bungalow as per government rules is rupees 2,000 per month. But its fair rental value is rupees 17,500 per month. He is provided furniture costing rupees 1,70,000. Find out the value of rent-free house. അല്ലെ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പറയുന്ന എംപ്ലോയി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആഗ്രയിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ശർമ്മ. ഒരു ഗവൺമെന്റ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹൗസുമായി ബന്ധപ്പെട്ട പർട്ടിക്കുലേഴ്സ് ആണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. ഇദ്ദേഹം താമസിക്കുന്നത് അല്ലെ വാടകയൊന്നും വാങ്ങാതെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു ഫർണിഷ്ഡ് ബംഗ്ലാവിനകത്താണ്. ഫർണിഷ്ഡ് ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് ഫർണിച്ചറോട് കൂടിയ ബംഗ്ലാവാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞ ടൈമിന്റെ മീനിങ് നമ്മൾ സാധാരണ സെൻസിൽ നമ്മൾ കാണുന്ന മേശയും കസേരയും ഒന്നും മാത്രമല്ല. ഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ മീനിങ് പറയുന്നത് ഫർണിച്ചർ എന്ന ടൈമിന്റെ മീനിങ് ഇവിടെ കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് ഓൾ ഹോം അപ്ലയൻസസ്. ഇപ്പൊ ഫ്രിഡ്ജ്, AC ഉൾപ്പെടെയുള്ള എല്ലാ ഹോം അപ്ലയൻസസും ഉൾപ്പെടെയാണ് ഫർണിച്ചർ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു റെന്റ് ഫ്രീ ഹൗസുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വുഡൻ ഫർണിച്ചറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫർണിച്ചറോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഹോം അപ്ലയൻസസും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫർണിഷ്ഡ് ബംഗ്ലാവ് ആണ് ഈ എംപ്ലോയിക്ക് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സാലറി 1,20,000 പെർ മന്ത് ആണ്. ഒരു മാസത്തേക്ക് 1,20,000 രൂപ സാലറി കിട്ടുന്ന ആളാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഈ ബംഗ്ലാവിന്റെ ഗവൺമെന്റ് റൂൾസ് പ്രകാരമുള്ള വാല്യൂ rupees 2,000 പെർ മന്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് എംപ്ലോയീസിന് ഗവൺമെന്റ് ഹൗസ് അലോട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു എമൗണ്ട്, ഒരു ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള ഒരു റെന്റ് ഫിക്സ് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. ലൈസൻസ് ഫീ, അത്തരത്തിൽ ലൈസൻസ് ഫീ ആയിട്ട് ഈ വീടിന് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത വാല്യൂ rupees 2,000 പെർ മന്ത് ആണ്.
എന്നാൽ ഇതിന്റെ ഫെയർ റെന്റൽ വാല്യൂ ₹17,500 പെർ മന്ത് ആണ്. ഗവൺമെന്റ് റൂൾസ് പ്രകാരം 2,000 പെർ മന്ത് ആണെങ്കിലും ഇങ്ങനെ ഒരു വീട് നമ്മൾ FRV അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ പറഞ്ഞ ടൈമിൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഇതേപോലുള്ള ഒരു വീട് സാധാരണഗതിയിൽ ഒരു നാട്ടിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ എത്ര വാടക വരും? ന്യായമായിട്ടൊരു വാടക ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സൈസുള്ള വീട് ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ സിഗ്നിഫിക്കൻസ് അനുസരിച്ച് അവിടെ എന്തുണ്ടാവും, ആ വീടൊരു വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പൊ അത്തരത്തില് ഗവൺമെന്റ് റൂൾസ് പ്രകാരം ₹2,000 പെർ മന്ത് ആണെങ്കിലും ഈ നാട്ടിലുള്ള റെന്റ് കണക്കെടുക്കുകയാണെങ്കിൽ ആ വീടിന് വരുന്ന റെന്റിന്റെ എമൗണ്ട് 17,500 പെർ മന്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത് റെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫർണിഷ്ഡ് ഹൗസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിൽഡിങ്ങിനോട് എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹീസ് പ്രൊവൈഡഡ് ഫർണിച്ചർ കോസ്റ്റിംഗ് ₹1,70,000. ₹1,70,000 കോസ്റ്റ് വരുന്ന ഫർണിച്ചറും ഗവൺമെന്റ് ഈ എംപ്ലോയിക്ക് വേണ്ടി ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാകുമ്പോൾ നമ്മൾ ആദ്യം അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കാണണം, പിന്നെ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ ഗവൺമെന്റ് റൂൾസ് പ്രകാരമുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ലൈസൻസ് ഫീ ആണ് നമ്മൾ ഇവിടെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക. ആ ബിൽഡിങ്ങിന്റെ FRV അതിന്റെ ഫെയർ റെന്റൽ വാല്യൂ എന്ത് എമൗണ്ട് തന്നെയാണെങ്കിലും അത് ഇഗ്നോർ ചെയ്യാം. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു എമൗണ്ട് എന്ത് മാത്രമാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് ഹൗസ് ആസ് പെർ ഗവൺമെന്റ് റൂൾസ്, ഓർ വാട്ട് അബൌട്ട് ദി ലൈസൻസ് ഫീ ഓഫ് ദിസ് അക്കോമഡേഷൻ? Okay, in this case, ₹2,000 per month is the value of this house. Then 2,000 per month ആണ് 2,000 into 12. ₹24,000 ആണ് അതിന്റെ ലൈസൻസ് ഫീ ആയിട്ട് നമുക്ക് കിട്ടുക അല്ലേ? ഇപ്പൊ കിട്ടിയ എമൗണ്ട് എന്താണ്? അതിന്റെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ ആണ്. ഇത് ഫർണിച്ചർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൗസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാവുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നെന്താണ്, ഈ എംപ്ലോയർ തന്നെ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് ആണ് എംപ്ലോയർ. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതല്ല ഗവൺമെന്റ് വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഈ ഫർണിച്ചർ കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ വാടക എമൗണ്ട് എത്രയാണോ ഗവൺമെന്റ് കൊടുത്തതെങ്കിൽ ആ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ പക്ഷേ ഗവൺമെന്റ് വാടകയ്ക്ക് എടുത്താണെന്ന് പറയുന്നില്ല, മറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫർണിച്ചർ കോസ്റ്റിംഗ് ₹1,70,000 എന്നാണ് അല്ലെ? അതിന്റെ ചെലവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വാടകയ്ക്ക് എടുത്തതല്ല, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാല്യൂവിന്റെ കൂടെ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1,70,000 10% നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ₹17,000. അപ്പോൾ ₹24,000 പ്ലസ് 17,000 ₹41,000 ആണ് ഇവിടെ ഈ കേസിൽ ഈ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഹൗസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് വരുന്ന കാര്യം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇവിടെയാണ് അല്ലെ? വാല്യുവേഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ഓഫ് ദി ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് നെക്സ്റ്റ് കേസ് വരുന്ന ഇതാണ്, വാല്യുവേഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് അക്കോമഡേഷൻ ആസ് പെർ റൂൾ 3 സബ് റൂൾ 1 ഓഫ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലുള്ള വാല്യുവേഷൻ എങ്ങനെയാണ്? നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് കണ്ടു. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആവുമ്പോൾ, നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്ത എല്ലാ എംപ്ലോയീസും എന്താണ്? നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് അവരുടെ എംപ്ലോയർ ഒരു അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് റെന്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വാല്യുവേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മുമ്പിൽ 2 ഡിഫറെന്റ് കേസ് അതിനകത്ത് വരും. അതിൽ ഒന്നാമത്തെ കേസ് ഇതാണ്, ഇഫ് ദ ഹൗസ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആണെങ്കിൽ, എംപ്ലോയർ തന്നെ ഓൺ ചെയ്യുന്ന ഹൗസ് ആണ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ സ്വന്തം വീടാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ നോക്കണം. ആദ്യം അൺഫർണിഷ്ഡിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം, ശേഷം ഫർണിഷ്ഡിന്റെ വാല്യൂ കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആകുമ്പോൾ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം എംപ്ലോയി താമസിക്കുന്ന ആ വീടുള്ള അല്ലെങ്കിൽ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്ത ഈ വീടുള്ള ആ സിറ്റിയിലെ ആ സ്ഥലത്തെ പോപ്പുലേഷൻ എത്രയാണ്,
അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ എംപ്ലോയിയുടെ പെർക്വിസിറ്റിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കേസ് പറയുന്നത് ഇങ്ങനെയാണ്: 15% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 25 lakh. 25 ലാഖിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് ഈ വീട് ഉള്ളത് എങ്കിൽ ആ പെർക്വിസിറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 15% ഓഫ് സാലറിയാണ് വരിക. 15% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ. എത്ര കാലം ആ ഹൗസിൽ എംപ്ലോയി താമസിക്കുന്നുണ്ടോ, പ്രീവിയസ് ഇയറിൽ ആ വീട് എത്ര കാലം എംപ്ലോയി ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലത്തേക്കുള്ള സാലറിയുടെ 15%. ഇപ്പൊ 6 മാസമാണ് ആ വീട് ഉപയോഗിച്ചതെങ്കിൽ എന്ത് ചെയ്യാം? 6 മാസത്തേക്കുള്ള സാലറി കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ 15% എത്ര വരുന്നുണ്ടോ ആ എമൗണ്ട് നമ്മൾ എടുക്കണം. 25 ലാഖിൽ കൂടുതൽ പോപ്പുലേഷൻ സിറ്റിയിലാണെങ്കിൽ. രണ്ടാമത്തെ കേസ് എന്താണ്? 10% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ എക്സീഡ്സ് 10 lakh ബട്ട് നോട്ട് മോർ ദാൻ 25 lakh. സെക്കൻഡ് കേസ് എന്താണ്? ഇദ്ദേഹം താമസിക്കുന്ന വീടുള്ള ആ സിറ്റിയിലെ പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കൂടുതലാണ്, എന്നാൽ 25 ലക്ഷം വരെയേ വരുന്നുള്ളൂ. 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടക്ക് അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള 25 ലക്ഷം വരെ പോപ്പുലേഷനുള്ള ഒരു സിറ്റിയിലാണ് അല്ലെങ്കിൽ സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്ന ഈ വീട് ഉള്ളതെങ്കിൽ ആ എംപ്ലോയിയുടെ കേസിൽ വാല്യൂ എന്താണ് വരിക? 10% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ. ആ പ്രീവിയസ് ഇയറിൽ ആ എംപ്ലോയി ആ വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലത്തേക്കുള്ള സാലറി എമൗണ്ടിന്റെ 10% ആണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. തേർഡ് കേസ് എന്താണ്? 7.5% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ ഇൻ അതർ പ്ലേസസ്. ഇനി മറ്റു സ്ഥലങ്ങളിലാണ് എന്ന് പറയുമ്പോൾ അർത്ഥം 10 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ഉള്ള അല്ലെങ്കിൽ 10 ലക്ഷം വരെ പോപ്പുലേഷൻ ഉള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഈ വീടുള്ളതെങ്കിൽ 7.5% ഓഫ് സാലറിയാണ്. അവിടെ 3 റേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. 25 ലാഖിൽ കൂടുതലാണെങ്കിൽ 15% ഓഫ് സാലറി, 10 ലാഖിൽ കൂടുതലും 25 ലാഖ് വരെയുമാണെങ്കിൽ 15% ഓഫ് സാലറി, 10 ലാഖ് വരെയുള്ള പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ 7.5% ഓഫ് സാലറി. ഓക്കെ, ഇനി സാലറി എന്ന് പറയുമ്പോൾ അതിന് മീനിങ് എന്താണ്? ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ HRA എന്ന് പറയുന്ന റെലവൻസ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ അതിന്റെ എക്സംഷന് വേണ്ടി നമ്മൾ സാലറി കണ്ടായിരുന്നു അല്ലേ? വാട്ട് വാസ് ദി മീനിങ് ഓഫ് സാലറി ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് HRA? സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പേ, ഡിയർനെസ് പേ ആൻഡ് ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ ഓൺ ദി ബേസ് ഓഫ് ടേൺ ഓവർ അല്ലേ? ഇവിടെ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ബൈഹാർട്ട് ആക്കി വെക്കണം. ഓരോ കേസിനുള്ള സാലറിയുടെ മീനിങ് എന്താണെന്നുള്ളത്. കാരണം ഓരോ സാഹചര്യങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള മീനിങ് ആണ് സാലറിക്കും പല ടേമിനും ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ളത്. അപ്പൊ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് പേ വരും, ബോണസ് വരും, കമ്മീഷൻ വരും, എല്ലാ ടാക്സബിൾ അലവൻസും വരും, അതുപോലെ തന്നെ മറ്റെല്ലാ ക്യാഷ് പേയ്മെന്റുകളും വരും. ബേസിക് പേ, ബോണസ്, കമ്മീഷൻ, ഓൾ ടാക്സബിൾ അലവൻസസ് ആൻഡ് എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ്. ഒരിക്കലും സാലറിക്കകത്ത് എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂഡിങ് DA നോട്ട് ഫോർ എംപ്ലോയ്മെന്റ്. DA നോട്ട് ഫോർ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അർത്ഥം DA ആണത്. DA ഫോർ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അർത്ഥം ഡിയർനെസ് പേ ആണ്. അപ്പൊ ഡിയർനെസ് പേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാലറിക്കകത്ത് എടുക്കണം. എന്നാൽ വെറും DA ആണെങ്കിൽ, എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന് വേണ്ടിയുള്ളതല്ലാത്ത DA ആണെങ്കിൽ സാലറിക്കകത്ത് ഈ പർപ്പസിന് എടുക്കാൻ പാടില്ല. പിന്നെ അഡ്വാൻസ് സാലറി എടുക്കാൻ പാടില്ല, അരിയർ ഓഫ് സാലറി എടുക്കാൻ പാടില്ല, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്ന റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എടുക്കാൻ പാടില്ല. ലംസം പേയ്മെന്റ് റിസീവ്ഡ് ഓൺ ടെർമിനേഷൻ ഓർ റിട്ടയർമെന്റ് ഓഫ് ദി എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്ന സമയത്തോ പിരിച്ചുവിടുന്ന സമയത്തോ കൊടുക്കുന്ന ലംസം പേയ്മെന്റുകൾ ഉണ്ടാവും, കോമ്പൻസേഷൻ ഉൾപ്പെടെ പേയ്മെന്റുകൾ ഉണ്ടാവും. ആ പേയ്മെന്റ് സാലറിക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പെർക്വിസിറ്റ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ പാടില്ല. ഒരു നോൺ ക്യാഷ് ബെനിഫിറ്റ്സും സാലറിക്കകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ ആ ബ്രാക്കറ്റിൽ കൊടുത്തല്ലാത്ത എന്ത് സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് സാലറി ആയിട്ട് കണക്കാക്കണം. ആ സാലറിയുടെ 15%, 10%, 7% ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പോപ്പുലേഷന്റെ ബേസിസിൽ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുക. ഒരു ഒറ്റ മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി അതിനകത്ത് വരുന്നത് നമ്മൾ എങ്ങനെയാണ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? നമ്മളിപ്പോൾ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ പറഞ്ഞു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊരു ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സെയിം ആസ് ഇൻ ദി കേസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് കണ്ട അതേപോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ ആദ്യം ഇവിടെ
വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് എടുത്തു, എത്രയാണോ വാല്യൂ അത് എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുന്നതാണ് ഫർണിച്ചറുള്ള ഹൗസ് ആണെങ്കിൽ, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ആ ഫർണിച്ചർ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യണം? 10% പെർ ആനം ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, അത് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതല്ല ഇവിടെ എംപ്ലോയർ വാടകയ്ക്കെടുത്ത ഫർണിച്ചർ ആണ് ഈ വീട്ടിൽ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ, അതിന് വാടകയായിട്ട് എംപ്ലോയർ കൊടുത്ത എമൗണ്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് പ്ലസ് ഫർണിച്ചറുമായി ബന്ധപ്പെട്ട വാല്യൂ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും അല്ലെ. ഇനി ഈ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് തിരിച്ച് എംപ്ലോയി അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ചെറിയ റെന്റിന്റെ എമൗണ്ട് ഒക്കെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടാവും, റിക്കവർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കുറക്കണം. അത് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാക്സബിൾ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആകുമ്പോൾ അതിന്റെ കേസിൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം.